ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. ബസ്മതി റൈസ് ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ അര ഗ്ലാസ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാനൊരു 20 മിനിറ്റ്സ് സോക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഒരു 5 ടേബിൾ സ്പൂൺ ചവ്വരിയാണ്. ഇത് ഞാനൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ശേഷം കുക്കർ അടച്ച് വിസിൽ വെച്ച് കൊടുക്കാം. ഒരു 5 വിസിൽ വന്നോട്ടെ. ഈ ഒരു ബസ്മതി റൈസിന് പകരം നിങ്ങൾക്ക് ജോക്കർ, കോല റൈസ്, അതുപോലെ കൈമ റൈസ് ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് 5 വിസിലൊക്കെ വന്നിട്ട് കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. തുറന്ന് നോക്കാം. റൈസ് കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇത് അധികം അങ്ങ് വെന്തുടഞ്ഞു പോകരുത്. നമ്മൾ കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കടിക്കാൻ പറ്റുന്ന പാകത്തിൽ കിട്ടണം. ഇനി ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് ഇതിലോട്ട് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2.5 ഗ്ലാസ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇത് പായസം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 8 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്കിനി പഞ്ചസാര ചേർക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ ശർക്കര ചേർക്കാവുന്നതാണ്. പക്ഷേ പഞ്ചസാര ചേർത്തുണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉള്ളത്. ഇനി ഇതിലോട്ട് നല്ലൊരു ഫ്ലേവർ ഇട്ടാൻ വേണ്ടിയിട്ട് ഒരു 3 ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലോട്ടൊരു 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ഡാൽഡയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മിൽമ നെയ്യൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇത് പായസം നല്ല പാകത്തിന് തന്നെ കുറുകി റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇതിലോട്ടൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് മറ്റൊന്നല്ല, ഹോം മെയ്ഡ് ഫ്രഷ് ക്രീമാണ്. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ ക്രീം ചേർക്കുവാണെങ്കിൽ പായസത്തിന് നല്ലൊരു കൊഴുപ്പും ടേസ്റ്റും ഉണ്ടാവും. ഇനി ഇതൊന്ന് മിക്സാക്കി എടുക്കാം. ശേഷം ഇതൊരു 5 മിനിറ്റ് അടച്ചു വയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ അധികം ഉണ്ടാകുന്ന വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി പായസം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇത് 5 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്നു നോക്കാം. ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള ബസ്മതി റൈസ് പായസം റെഡി. നോക്കിയേ, കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? കണ്ടോ, നമ്മളൊരു 5 മിനിറ്റ് അടച്ചു വെച്ചപ്പോഴേക്കും നല്ല പാകത്തിന് തന്നെ കുറുകി റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോടെ തന്നെ കഴിക്കണം കേട്ടോ, അപ്പോഴാണ് നല്ല റിയൽ ടേസ്റ്റ് ഉള്ളത്. എല്ലാവർക്കും എൻ്റെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ബസ്മതി റൈസ് പായസം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.